നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് പുതുവർഷം എന്ന് പറയുമ്പോൾ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഏറ്റവും പ്രാധാന്യം മേടമാസത്തിനാണ്. അതുപോലെ പുതുവർഷം ആയിട്ട് നമ്മൾ ജനുവരി 1 ലോകമെമ്പാടും എടുക്കും. പക്ഷേ മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1 തൊട്ട് കർക്കിടകം വരെയാണ്. ചിങ്ങം മുതൽ കർക്കിടകം വരെ വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ കർക്കിടകം വരെ വരുന്ന ഒരു വർഷത്തെ ഓരോ രാശിക്കാരുടെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. മേടം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്രത്തിൽ ജനിച്ച കാർത്തിക ആദ്യത്തെ 15 നാഴിക വരെയുള്ള മേടരാശിക്കാർക്ക് ഈ പുതുവർഷ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷപ്രദമായ ഒരു വർഷമാണ്. ഏഴരശനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ പോലും നമുക്ക് വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. പ്രധാനമായിട്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, ഇങ്ങനെ വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. കുടുംബത്തിനകത്ത് ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതത്തെ പ്രദാനം ചെയ്തു തരും. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങളിട്ടുകൊണ്ടുണ്ടാവുമെങ്കിലും കാര്യങ്ങൾ സന്തോഷപ്രദമായി തീരും. സാമ്പത്തിക പുരോഗതി വരും. അപ്പോൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അസുഖ അവസ്ഥയാലോ അല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിൻ്റെ ഒരു വർഷമായിരിക്കും നമുക്ക് വന്നു ചേരുക. അതുപോലെ കുടുംബത്തിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് മാതാവുമായിട്ടൊക്കെ അകന്നു നിൽക്കുന്നവർക്ക് അമ്മയെ കൂടെ നിർത്താനോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോയി വസിക്കാനോ ഒക്കെ ഈ ഒരു വർഷം നമുക്ക് സഹായകരമായി തീരും. അപ്പോൾ നല്ലൊരു വർഷത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ബെൽ ബട്ടൺ അമർത്താൻ പറയണത് നമ്മളെ ഈ ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ലൈവ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ബെൽ ബട്ടൺ അമർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ വരും. അപ്പോൾ നമുക്ക് സമയത്തിന് അത് കാണാൻ പറ്റാതെ വരികയും പിന്നീട് പ്രോഗ്രാം തീർന്നതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് തന്നെ. അതുകൊണ്ട് ചാനൽ ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദേശ മലയാളികൾക്കും കൂടി വേണ്ടിയിട്ട് വിദേശത്ത് തന്നെ നമ്മൾ കരാമയിൽ, അതായത് UAE കരാമയിൽ നമ്മൾ ഒരു സ്ഥാപനം തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാ മാസവും അവിടെയും കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ മേടക്കൂറുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.